Good morning, friends. Today I am discussing about banks and economic development. The word economy is closely integrating into one economy. So, every country requires a healthy financial sector which is necessary to meet the challenges of globalization. Commercial banks are also having an important role for the economic development of a nation. It provides financial resources for the growth of industrialization. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. In underdeveloped countries, their functions are limited to trade and commerce. They concentrate the activities mainly in urban areas. അണ്ടർഡെവലപ്ഡ് കൺട്രീസ് അവരുടെ ഫങ്ഷൻസ് അവർ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് അർബൻ ഏരിയാസ് ആണ്. എ കൺട്രി കനോട്ട് ഡെവലപ്പ് വിത്തൗട്ട് ഡെവലപ്പിംഗ് ഇൻ ബാങ്കിങ് സ്ട്രക്ചർ ഓഫ് ദ കൺട്രി. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ റിസർവയേഴ്സ് ഓഫ് ദ റിസോഴ്സസ്. ദേ സ്റ്റോർ നാഷൻസ് വെൽത്ത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നാഷൻസ് വെൽത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. These resources are to be used for the economic development for the nation. So banks can play a very important role for the sustainable economic development of the nation. നെക്സ്റ്റ് വരുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൺട്രിയുടെ വേസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റിമുലേഷൻ ഓഫ് ദ സേവിങ്സ്. ബാങ്ക്സ് പ്രൊവൈഡ് safety and security of the deposits of public. The deposits will get interest for their deposits. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെ ഡെപ്പോസിറ്റ്സിന് ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ ബാങ്ക്സ് കൊടുക്കുന്നുണ്ട്. അവർ കൊടുക്കുന്ന ഡെപ്പോസിറ്റ്സിൽ ഒരു ഇൻട്രസ്റ്റും ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വണ്ണിൽ പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് എ utmost necessity condition for economic development of the nation. A well-organized banking system is able to provide sufficient capital to the growth of commerce, industry and trade. Bank collect small savings of the people. The small savings are pooled together and it is canalized the productive purposes. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നെസസിറ്റിയാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൊമേഴ്സ്, ഇൻഡസ്ട്രി, ട്രേഡ് ഇതിനൊക്കെ ക്യാപിറ്റൽ കൊടുക്കാനായിട്ട് ബാങ്കിന് കഴിയുമെന്നാണ് പറയുന്നത്. തേർഡ് വൺ, ഫെസിലിറ്റേറ്റ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. മെനി ഓഫ് ദ developing countries are agricultural in nature. The commercial banks grant loans and advances to purchase seeds, fertilizers, ഇൻസെക്ടിഡൈസ്, ട്രാക്ടേഴ്സ് എക്സെട്ര. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് ലോൺസും അഡ്വാൻസും ഒക്കെ കൊടുക്കും. ഫോർത്ത് വൺ ഈസ് ഇന്നോവേറ്റിംഗ് എൻ്റർപ്രീനേഴ്സ്. In underdeveloped countries, a new entrepreneurs hesitate to start new enterprises or undertake new ventures due to lack of funds. They are also reluctant to adopt innovative activities. Loan granted by the commercial banks will enable to undertake innovative activities and undertake new ventures. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂ എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റർപ്രീനേഴ്സ് മടി കാണിക്കുകയാണ്. ക്യാഷിൻ്റെ ഒരു റീസൺ മൂലം എൻ്റർപ്രീനേഴ്സ് ന്യൂ എൻ്റർപ്രൈസസ് തുടങ്ങാനായിട്ട് ഒരു മടി കാണിക്കണം. സോ അപ്പോൾ ഈ ബാങ്ക്സ് ലോൺസ് പ്രൊവൈഡ് ചെയ്ത് അവരെ പ്രാപ്തരാക്കണം. Fifth one is promotion of small scale industries. The commercial banks can provide financial assistance to small scale industries in form of cash credit, overdraft and loan facilities. ഇതിൽ പറയുന്നത് ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ലോൺ ഫെസിലിറ്റീസ് ഇങ്ങനത്തെ ചെറിയ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്നു. സിക്സ്ത് വൺ, മോണിറ്റൈസേഷൻ ഓഫ് എക്കണോമി. ഇതിൽ 2 വേയ്സ് വരുന്നുണ്ട്. മോണിറ്റൈസേഷൻ ഓഫ് ഡെപ്റ്റ്സും ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ചസും. മോണിറ്റൈസേഷൻ ഓഫ് ഡെപ്റ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ സെൽ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും ഡിമാൻഡ് ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ചസ്. സെവൻത്ത് വൺ, ഫെസിലിറ്റേറ്റ് international trade. The bank facilitate international trade by offering different services like issue of letters of credit, acceptance of bills of
ഓഫ് എക്സ്ചേഞ്ച്, കളക്ഷൻ ആൻഡ് പ്രൊവിഷൻ ഓഫ് ട്രേഡ് ഇൻഫോർമേഷൻ. ഇത് പറയുന്നത് ബാങ്ക്സ് ഇൻ്റർനാഷണൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. 8th one, creates employment opportunities. A large number of persons are recruited in the banking sector. Besides this, the banks helps to create employment opportunities indirectly by providing loans and advances in technicians, engineers, etc. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ബാങ്കിൽ ധാരാളം ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബാങ്ക് കൊടുക്കുന്നു. 9th one, influencing economic activities. The economic activities with the country are influenced by bank in two ways: variation in interest rate. Next one, availability of credit. Variation in interest rate. When the bank enhances interest rate, it will discourage investment and economic activities. Availability of credit. Bank creates credit through the process of credit creation. 10th one, implementation of monetary policy. A suitable monetary policy is required for the development of the country. In the same way, to implement the policy as well as developed banking system is required. ഇതിൽ പറയുന്നത് കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോണിറ്ററി പോളിസി ആവശ്യമാണ്. 11th one, encouraging right type of industries. Suitable industries are to be started for the economic development of the country. The banks also formulate loan strategies to boost industrialization. They should provide right type of loans to right type of industries. അതിൽ പറയുന്നത് റൈറ്റ് ടൈപ്പ് ഉള്ള ഒരു ഇൻഡസ്ട്രീസിനെ എൻകറേജ് ചെയ്യുക. 12th one, balanced development. Commercial banks can help to achieve balanced development by facilitating proper distribution of funds through various branches. It helps to develop backward regions by transferring surplus funds from the developed regions to less developed regions. ഇതിൽ പറയുന്നത് വെച്ചാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കൊടുക്കാനായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിന് പറ്റും. I hope it is clear. Thank you.